നിങ്ങളുടെ കാലിൽ തെളിഞ്ഞു കാണുന്ന നേർത്ത നീല അല്ലെങ്കിൽ പർപ്പിൾ നിറത്തിലുള്ള ഞരമ്പുകൾ വെരിക്കോസ് വെയിൻ്റെ തുടക്കമാകാം. വെരിക്കോസ് വെയിൻ ഗുരുതരമാകുന്ന 3 ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ആദ്യ ഘട്ടത്തിൽ ചിലന്തി വല പോലെ നീലയോ പർപ്പിൾ നിറത്തിലോ ഉള്ള സ്പൈഡർ വെയിൻസ് പുറത്ത് കാണാൻ തുടങ്ങും. ഇത് നമുക്ക് വേദനയും ഹെവിനെസ്സും കടച്ചിലും എന്നിവയൊക്കെ ഉണ്ടാക്കാം. അടുത്ത ഘട്ടത്തിൽ ഞരമ്പുകളിൽ രക്തം കെട്ടിക്കിടക്കുന്നത് കൊണ്ട് ഈ വെയിൻസ് കൂടുതൽ തടിച്ച് വീർക്കുകയും കണങ്കാലിൽ നീര് വയ്ക്കുകയും ചെയ്യുന്നു. കാലക്രമേണ ഈ നീര് കാരണം ആ ഭാഗത്ത് കറുത്ത നിറമുണ്ടാവുകയും ആ സ്കിൻ ലെതർ പോലെ കട്ടിയുള്ളതാവുകയും ചെയ്യുന്നു. ഇത് നമുക്ക് കടച്ചിലും വേദനയും അതുപോലെ തന്നെ ഈ വെയിൻസ് കൂടുതൽ മുഴച്ചു കാണാനും തുടങ്ങുന്നു. ഈ ഒരു കണ്ടീഷൻ നീണ്ടു നിന്നാൽ വെയിൻസ് പൊട്ടി ബ്ലീഡിംഗ് ഉണ്ടാവുന്നതാണ് അടുത്ത ഘട്ടം. ഞരമ്പുകൾക്ക് പ്രഷർ കൂടുകയും അവയ്ക്ക് പുറമെയുള്ള ചർമ്മം നേർത്തതാവുകയും ചെയ്യുമ്പോൾ ഞരമ്പുകൾ പൊട്ടി ഇന്റേണലോ എക്സ്റ്റേണലോ ബ്ലീഡിംഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതൊരു എമർജൻസി സിറ്റുവേഷനാണ്. ഈ ഒരു ടൈമിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്യാതിരുന്നാൽ വെരിക്കോസ് അൾസർ ഡെവലപ്പ് ആവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരം കോംപ്ലിക്കേഷൻസിലേക്ക് പോകാതിരിക്കാൻ വെരിക്കോസ് വെയിൻ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ട്രീറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഹെർബലി ടച്ച് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങൾ വെരിക്കോസ് വെയിൻ്റെ ഏത് സ്റ്റേജിലാണെന്ന് വിലയിരുത്തി ബ്ലഡ് സർക്കുലേഷൻ കൂട്ടിയും ഞരമ്പുകൾക്ക് ബലം നൽകിയും വീക്കം കുറയ്ക്കാനുള്ള ചികിത്സകൾ ലഭ്യമാണ്. അപ്പോൾ ഇത്തരം കോംപ്ലിക്കേഷൻസിലേക്ക് എത്താതെ വെരിക്കോസ് വെയിൻ ഇന്ന് തന്നെ ട്രീറ്റ് ചെയ്യാനായി ഹെർബലി ടച്ചിൻ്റെ കൊയിലാണ്ടിയിലോ പയ്യന്നൂരോ ചെങ്ങന്നൂരോ ഉള്ള ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് പോന്നോളൂ.